വീണ ജോർജിന്റെ അടുത്ത് പോലും ചെല്ലാത്ത KSU പ്രവർത്തകർ അവരുടെ കഴുത്തിന് പിടിച്ചു ഞെക്കി, അവരുടെ കൈ തിരിച്ചു പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് കൊച്ചു കുട്ടികൾ പറയുന്നത് പോലെയുള്ള ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ നാണം കെട്ടു നിൽക്കുകയാണ് ശ്രീമതി വീണ ജോർജ്. നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നാണം കെട്ടുന്ന അവസ്ഥയിലേക്ക് ശ്രീമതി വീണ ജോർജ് എന്ന കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ചെന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിന്റെ ആരോഗ്യരംഗം തകർന്നു തരിപ്പണമായിരിക്കുന്നു. ഏറ്റവും അവസാനം ഇപ്പോൾ ശസ്ത്രക്രിയ പോലും ചെയ്യാൻ ആശുപത്രിയിൽ പോകാൻ പോലും പേടിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ ചെന്നിരിക്കുന്നു. അവർ ശസ്ത്രക്രിയ നടത്തുമ്പോൾ കത്രിക വരെ വയറ്റിൽ വെച്ച് തുന്നിക്കെട്ടുന്ന ഒരു ദാരുണ സംഭവങ്ങൾ ഇന്ന് സംസ്ഥാനത്ത് ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ സംസ്ഥാനത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് പണ്ട് നാടക നടിയായിരുന്ന അല്ലെങ്കിൽ മോണോ ആക്ടിൽ 1ാം സമ്മാനം കിട്ടിയിരുന്ന വീണ ജോർജ് ഇപ്പോൾ ഇത്തരത്തിലൊരു നാടകവുമായി കടന്നു വന്നിരിക്കുന്നത്.